ക്ഷേത്രം ഉള്ളിടത്തെല്ലാം ഹിന്ദു MLA മാരെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഞാൻ പറയാലോ, പ്രശസ്തമായ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അല്ല ഗോപാൽജി, ഞാൻ പറയട്ടെ ഗോപാൽജി, ഞാൻ പറയട്ടെ, ഹിന്ദു ഉള്ളിടത്തെല്ലാം അങ്ങനെ ആവാൻ പറ്റുമോ? നമ്മൾ ഞാൻ അങ്ങനെ പറഞ്ഞോ? ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് കൊണ്ടെന്നല്ലേ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എത്രയോ പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. ആറ്റുകാലിൽ പൊങ്കാല നടക്കുമ്പോ അവിടെ അതല്ല, ഓക്കെ, ശരി. നമ്മൾ അതല്ല, ഒരു കാര്യം കൂടി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ പൊങ്കാല നടക്കുമ്പോ പള്ളികളിൽ ഹിന്ദുക്കൾക്ക് ഭക്ഷണവും വെള്ളവുമായ ആളുകൾ നിൽക്കുകയാണ്. അതാണ് നമ്മളുടെ കേരളം, അതാണ് മതേതര കേരളം. ഞാനിതൊന്നും പറഞ്ഞില്ല. ഞാൻ 50 വർഷമായിട്ടുള്ള മറ്റേ ഇവിടുത്തെ MLA മാരുടെ പേരവിടെ എഴുതി വെച്ചു മാത്രമല്ല, അതിൽ എന്താ ഇത്ര വലിയ പ്രകോപനം? ഞാൻ ഇവിടുത്തെ മതം, ഇവിടുത്തെ മതേതരത്വം, ഇവിടുത്തെ ആനക്കുട്ടി, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 50 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതാണോ മതേതരത്വം? ഒന്ന് പറയേ. ഇനി ഞാൻ 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ കുട്ടിപ്പെടും. ഇവിടെ കൃഷ്ണദാസ് മുനിസിപ്പൽ ചെയർമാനാണ്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ വളരാൻ കോൺഗ്രസ് നേതാവാ, എന്നോട് ചോദിക്കുക. ഗുരുവായൂരുകാരനാ, എന്തിനാ തൃത്താലെ പറഞ്ഞേ? ഗീതാ ഗോപി നാട്ടിക മത്സരിക്കുന്നുണ്ട്, ഗുരുവായൂരുകാരിയാ, എന്തിനാ നാട്ടിക വിട്ടെ? ബേബി ജോൺ മാഷ് ഈ ഗുരുവായൂരുകാരനാ, എന്തിനാ മണലൂർ വിട്ടെ? ഞാനൊരു 100 ഉദാഹരണം പറയാം. ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവില്ല. അതിനൊക്കെ നിങ്ങൾ മതേതരത്വം ഒന്നും പറയാനുള്ളതല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി എവിടുന്നാ മത്സരിച്ചത്? പ്രധാനമന്ത്രി ഗുജറാത്തിൽ നിന്നല്ലേ? പ്രധാനമന്ത്രി ഗുജറാത്തുകാരനാണല്ലോ. പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഏതാ ഗോപാലകൃഷ്ണൻ? പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? ഞാൻ തൃശ്ശൂർക്കാരനാ, ഞാൻ ഇവിടെ മത്സരിച്ചത്. അല്ല, അപ്പൊ BJP-ക്കാർക്ക് ഇതാവാമോ? പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? പ്രധാനമന്ത്രി ഗുജറാത്തുകാരനാ, വാരണാസിയിലാണ് മത്സരിച്ചത്. ചോദ്യമായിട്ട് അല്ല, അപ്പൊ മണ്ഡലം മാറി മത്സരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്നതല്ലേ ഇതൊക്കെ? എന്റെ കുട്ടിയെ, രേണു പറയുന്നതിനകത്തൊരു ലോജിക്കില്ല. ഞാൻ മണ്ഡലം മാറി മത്സരിച്ചതിനെ കുറിച്ച് അല്ല പറയണത്.